السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعد. റഹീഖുൽ ഖുർആനിന്റെ 9ാമത്തെ ഹദീസ് പാഠത്തിൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണുള്ളത്. നോക്കാം. عن عبد الله بن مسعود رضي الله تعالى عنه عن النبي صلى الله عليه وسلم أنه كان يدعو اللهم إني أسألك الهدى والتقى والعفاف والغنى. റവാഹു ഇമാം മുസ്ലിം റഹ്മഹുല്ലാ. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും നിവേദനം. അദ്ദേഹം പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു: അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ, അല്ലാഹുവേ ഞാൻ നിന്നോട് സന്മാർഗത്തെ ചോദിക്കുന്നു, വത്തുഖാ, തഖ്വയെയും ചോദിക്കുന്നു അഥവാ സൂക്ഷ്മതയെയും ചോദിക്കുന്നു, വൽ അഫാഫ, പവിത്രതയെയും അഥവാ ചാരിത്രശുദ്ധിയെയും, വൽ ഖിന, ഐശ്വര്യത്തെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇമാം മുസ്ലിം റഹ്മഹുല്ല ഉദ്ധരിച്ച ഹദീസാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള 4 കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനയിലൂടെ തേടുന്നത്. ഒന്നാമത്തേത് ഹുദയാണ്, സന്മാർഗമാണ്. തീർത്തും പ്രമാണബദ്ധമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച് കാണിച്ചു തന്ന ചൊവ്വായ മാർഗത്തെയാണ് അൽ ഹുദ എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. എത്ര വലിയ കൂരാകൂരിരുട്ടിലേക്ക് കടന്നു പോകേണ്ടി വന്നാലും പ്രമാണം സ്വീകരിക്കുന്നത് മുഖേന ഒരു മനുഷ്യന് സന്മാർഗത്തിലേക്കുള്ള മാർഗം വഴിതെളിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ആ ഒരു സന്മാർഗത്തെയാണ് ഇവിടെ ഈ ഒരു പ്രാർത്ഥനയിൽ അള്ളാഹുവിനോട് നാം ചോദിക്കുന്നത്. രണ്ടാമത്തെ കാര്യം അത്തുഖ അഥവാ തഖ്വയാണ്, സൂക്ഷ്മതയാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും അവന്റെ നിരോധനകൾ വെടിഞ്ഞുകൊണ്ടുമാണ് തഖ്വ ഒരു മനുഷ്യൻ കൈവരിക്കുന്നത്. ജീവിതം ഏതൊക്കെ മാർഗത്തിലേക്ക് തിരിക്കേണ്ടി വന്നാലും, ഏതെല്ലാം സാധ്യതകളിലേക്ക് മനുഷ്യൻ തിരിഞ്ഞു നടക്കേണ്ടി വന്നാലും ശരി, അവിടെയെല്ലാം ഈ സൂക്ഷ്മത കൈവരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ വിജയിയായി മാറുന്നത്. ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യൻ വ്യത്യസ്ത സന്ദർഭങ്ങളിലേക്ക് കടന്നു പോകുവാൻ സാധ്യതകൾ ഏറെയാണ്. ജോലിയാണെങ്കിലും പഠനമാണെങ്കിലും അങ്ങനെ തുടങ്ങി ധാരാളം ആവശ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ എത്തിപ്പെട്ടേക്കാം. അവിടെയെല്ലാം അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനകളും സൂക്ഷിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് അതിനനുസൃതമായി ജീവിക്കാൻ പരിശ്രമിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു പരിശ്രമത്തെ വിളിക്കുന്ന പേരാണ് തുഖ അല്ലെങ്കിൽ തഖ്വ എന്നുള്ളത്. ആ കാര്യങ്ങൾ വളരെ ഗൗരവമായി കൊണ്ടൊരു മനുഷ്യൻ പാലിക്കുമ്പോഴാണ് അവൻ മുത്തഖിയായി തഖ്വയുള്ളവനായിക്കൊണ്ട് അള്ളാഹുവിങ്കൽ പരിഗണിക്കപ്പെടുന്നത്. മൂന്നാമതായിക്കൊണ്ട് പ്രാർത്ഥനയിലുള്ളത് അൽ അഫാഫ് അഥവാ പവിത്രതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ എല്ലാവിധ തിന്മകളിൽ നിന്നും പവിത്രത കൈവരിക്കലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശാരീരികപരമായും ലൈംഗികപരമായുമുള്ള പവിത്രത മനുഷ്യന് ഏറെ ആവശ്യമായുള്ള കാര്യമാണ്. അതേപോലെ തന്നെ സാമ്പത്തികപരമായുള്ള പവിത്രതയും എല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. നാലാമതായിക്കൊണ്ട് ലഖീന അഥവാ ഐശ്വര്യമാണ്. സ്വഭാവത്തിലും സമ്പത്തിലും കുടുംബത്തിലുമെല്ലാം ഐശ്വര്യവും ധന്യതയും ഉണ്ടാകാനുള്ള തേട്ടമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഉള്ളിൽ തൃപ്തിയടഞ്ഞ് അത്യാർത്തിയില്ലാതെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ധന്യമായ ജീവിതം. ഒരുപാട് സമ്പത്തുണ്ടായത് കൊണ്ടോ ഒരുപാട് ശാരീരിക ബലമുള്ളത് കൊണ്ടോ ആൾബലമുള്ളത് കൊണ്ടോ ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടായിക്കൊള്ളണമെന്നില്ല. മറിച്ച് സംതൃപ്തി അടഞ്ഞ് ജീവിക്കാൻ കഴിയുമ്പോഴാണ് മനുഷ്യന്റെ ജീവിതം ധന്യമായി മാറുന്നത്, ഐശ്വര്യപൂരിതമായി മാറുന്നത്. അതിനായി നമ്മൾ പരിശ്രമിക്കുക. ഈ വക 4 കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാവർത്തികമാക്കിയ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലും നാം പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനകൾ കൊണ്ട് ജീവിതം സമ്പുഷ്ടമാക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥന ഒരിക്കൽ കൂടി നോക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ വത്തുഖാ വൽ അഫാഫ വൽ ഖിന. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.